സമീപകാലത്ത് ഇടതുപക്ഷ സർക്കാരും CPM-ഉം നടത്തിയ രാഷ്ട്രീയമായ ക്യാമ്പയിനുകളിൽ അതിദയനീയമാം വിധം ചില്ലുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു പോയത് ശബരിമല ആഗോള ബ്രാൻഡാക്കി മാറ്റി വാണിജ്യവൽക്കരിക്കാൻ നോക്കിയ ആ ഒരു വിവാദമായ ആഗോള അയ്യപ്പ സംഗമമായിരുന്നു. ശബരിമലയെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമായി ഉപയോഗിക്കാനും മേളകൾ സംഘടിപ്പിച്ച് നേട്ടമുണ്ടാക്കാനും നോക്കിയ മുൻ ഭരണാധികാരികളുടെ ആ അഹങ്കാരത്തിന് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ കടുത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ്. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചതോടെ മുൻ LDF സർക്കാരിന്റെ പിണറായി വിജയന്റെയും രാഷ്ട്രീയ പ്രകടനങ്ങളും അതുപോലെ ഉണ്ടായിട്ടുള്ള പ്രചരണങ്ങളും അട്ടപ്പടലം പാളിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തെന്നാൽ K. ജയകുമാർ ദേവസ്വം പ്രസിഡന്റാക്കിയത് മുഖ്യമന്ത്രിയായിരിക്കെ ഇതേ പിണറായി വിജയൻ തന്നെയാണ്. അതായത് പിണറായി വിജയൻ നേരിട്ട് വിനിയോഗിച്ച അതേ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ മുൻ സർക്കാരിന്റെ തെറ്റുകൾ ഒന്നൊന്നായി തിരുത്തിക്കൊണ്ടുവരികയാണ്. അഴിമതിക്കെതിരെ കടുത്ത ഇടപെടൽ നടത്തുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയ തിരിച്ചടി എന്നാണ് ഇപ്പോൾ UDF-ന്റെ വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുമ്പ് പമ്പയിൽ വെച്ച് ഇടതുപക്ഷ സർക്കാർ വലിയ തോതിൽ കൊട്ടിഘോഷി നടത്തിയ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ അന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആശംസാ സന്ദേശം അയച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കെല്ലാം വഴിവെച്ചിരുന്നു. കേരളത്തിലെ പ്രതിപക്ഷ അതായത് അന്ന് UDF-ഉം ഹിന്ദു സംഘടനകളും ഈ പരിപാടിയെ പൂർണ്ണമായും ബഹിഷ്കരിച്ചപ്പോൾ അവരെല്ലാം കടുത്ത പ്രതിരോധത്തിലാക്കാൻ യോഗിയുടെ കത്ത് അന്നത്തെ ദേവസ്വം മന്ത്രി VN വാസവൻ വേദിയിൽ വെച്ച് വായിച്ചത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി. ആലോചിക്കണം, അന്ന് യോഗി ആദിത്യനാഥിൻ്റെ ആ പ്രസ്താവന വായിക്കുമ്പോൾ അത് CPM-നുള്ളിൽ തന്നെ വലിയ ചർച്ചകളുണ്ടാകുകയും അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. എന്തിനേറെ പറയുന്നു, അണികൾ പോലും അതിനെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെല്ലാം പുറമെ ഹിന്ദു സംഘടനകളിൽ നിന്നും ഭിന്നിപ്പുണ്ടാക്കാനും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ഔദ്യോഗിക കാറിൽ ഒപ്പം കൂട്ടിക്കൊണ്ടുവന്ന തന്ത്രപരമായ നീക്കവും അന്ന് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. എന്നാൽ ഇങ്ങനെയൊക്കെ കച്ചവട തന്ത്രങ്ങൾ ഇറക്കിയിട്ടും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അജണ്ടകൾ തകർന്നടിഞ്ഞു പോയി എന്ന് വേണം പറയാൻ. കാരണം ഇതിന് പിന്നാലെയാണ് ശബരിമല വിഴുങ്ങിയ ആ മാരകമായ സ്വർണ്ണക്കൊള്ള വിവാദം പുറത്തു വരുന്നത്. ശബരിമലയിലെ പൊന്നിൻ പവിത്രതയെ പോലും ബാധിക്കുന്ന തരത്തിൽ സ്വർണ്ണപ്പാളി തട്ടിയെടുത്ത കേസും അതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പൂർണ്ണമായി പ്രതിക്കൂട്ടിലാക്കി. സ്വർണ്ണ ഉരുപ്പടികളിലും വഴിപാട് സാധനങ്ങളും വരെ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന പരാതികൾ ഉയർന്നതിനെ തുടർന്ന് സമഗ്രമായ SIT പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വന്നു. വലിയ തരത്തിൽ പ്രഖ്യാപനവുമുണ്ടായി. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഇടതുപക്ഷ സർക്കാരിനെയും CPM-നെയും പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നത് കൂടിയായിരുന്നു. കേസിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കണ്ടെത്തിയ പ്രമുഖ CPM പ്രാദേശിക നേതാവും ദേവസ്വം ജീവനക്കാരും ഒടുവിൽ ജയിലിലായതോടെ ഭക്തരുടെ ആശങ്കകൾ സത്യമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ ശ്രമിച്ച CPM നേതാവിൻ്റെ അറസ്റ്റ് ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയും നാണക്കേടുമാണ് ഉണ്ടാക്കിയത്. എന്നാൽ ചെറിയൊരു നടപടി പോലും ആ സമയത്ത് എടുക്കാൻ CPM തയ്യാറായില്ല എന്നുള്ളത് കൂടി ഈ സമയം നോക്കി വായിക്കണം. ഭരണകക്ഷി നേതാക്കൾ തന്നെ ജയിലിലായ ഈ നാണംകെട്ട ചരിത്രത്തിൽ നിന്നും അഴിമതികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് പുതിയ ഭരണ നേതൃത്വം ഇപ്പോൾ കടുത്ത പരിഷ്കാരങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. സന്നിധാനത്തെ മുറിവിതരണത്തിൽ വർഷങ്ങളായി നടന്നു വന്നിരുന്ന ഇടനിലക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതികളും കള്ളക്കളികളും പൂർണ്ണമായി പിഴുതെറിയാൻ കടുത്ത നടപടികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സന്നിധാനത്തുള്ള 550 മുറികളും ഇനി മുതൽ പൂർണ്ണമായും ഓൺലൈൻ വഴി മാത്രമേ ഭക്തർക്ക് ലഭ്യമാവുകയുള്ളൂ. ബാക്കി മുറികൾ ഉദ്യോഗസ്ഥരുടെ താല്പര്യപ്രകാരം വിതരണം ചെയ്തിരുന്ന ആ പഴയ മാഫിയ കളി ഇനി നടക്കുകയില്ല. വലിയ ഡെപ്പോസിറ്റ് തുക പൂർണ്ണമായും ഒഴിവാക്കി വെറും 50 രൂപ മാത്രം സർവീസ് ചാർജ് ഈടാക്കിക്കൊണ്ട് സാധാരണക്കാരായ ഭക്തർക്ക് മുറികൾ ബുക്ക് ചെയ്യാം. ഇനി സന്നിധാനത്തെ ജീവനക്കാരുടെയും VIP സംസ്കാരത്തിൻ്റെയും അഴിമതികൾ തടയാൻ ആധുനിക സാങ്കേതിക വിദ്യയായ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് അതായത് AI ഉപയോഗിച്ച് അങ്ങനെ ഉപയോഗിക്കാനാണ് ഇപ്പോൾ ജയകുമാറിന്റെ തീരുമാനം. നവംബർ 1 മുതൽ 90 ദിവസത്തേക്ക് AI ക്യാമറകൾ അടക്കമുള്ള അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രത്യേക കൺട്രോൾ റൂം തുറക്കുന്നതോടെ പണമിടപാടുകളിലും മുറിവിതരണത്തിലും പൂർണ്ണമായി സുതാര്യത ഉറപ്പാക്കും. ഇത് ശബരിമലയിലെ ധനമോഹികൾക്കും മാഫിയകൾക്കും ഏൽക്കുന്ന ഏറ്റവും മാരകമായ തുടക്കം കൂടി, അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു അറ്റാക്ക് കൂടിയാണ്. മുൻകാലങ്ങളിൽ ആചാര ലംഘനത്തിന് കോപ്പുകൂട്ടി മല കയറാൻ ശ്രമിച്ച ആക്ടിവിസ്റ്റുകൾക്ക് സർക്കാർ നൽകിയ അമിതമായ പോലീസ് സംരക്ഷണവും ആചാര സംരക്ഷണത്തിനായി തെരുവിലിറങ്ങിയ ആയിരക്കണക്കിന് ഭക്തരെയും അമ്മമാരെയും പോലീസ് ക്രൂരമായി ലാത്തിചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്തതും കേരള ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളാണെന്നാണ് ഒരു വിഭാഗം ഭക്തർ കാണുന്നത്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ക്ഷേത്ര ആചാരങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ച മുൻ ഭരണാധികാരികളുടെ അഹന്തയ്ക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ശബരിമലയിൽ കാണുന്നതെന്നാണ് ഇവർ പറയുന്നത്. സന്നിധാനത്തെ ശുചിത്വമില്ലായ്മ പരിഹരിക്കാൻ ഈ സീസൺ മുതൽ ശുചീകരണ ജോലികൾ പൂർണ്ണമായും പ്രൊഫഷണൽ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുകയും ചെയ്യും. സന്നിധാനത്തെ മുഴുവൻ സംവിധാനങ്ങളും ഡിജിറ്റൽ വൽക്കരിക്കുന്നതോടെ
തീർത്ഥാടകർക്ക് തിക്കും തിരക്കുമില്ലാതെ ഒരു ചൂഷണവും നേരിടാതെ അയ്യപ്പ ദർശനം നടത്തി മടങ്ങാനുമാകും. ഭക്തരുടെ വികാരം മാനിച്ചും ശബരിമലയുടെ പഴയകാല പവിത്രത വീണ്ടെടുത്തും കെ ജയകുമാർ കൊണ്ടുവന്ന ഈ വിപ്ലവകരമായ മാറ്റങ്ങളെ നിറഞ്ഞ മനസ്സോടെ ഭക്തജനങ്ങളും അതുപോലെ തന്നെ സമുദായ സംഘടനകളും സ്വാഗതം ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആചാര ലംഘനങ്ങളുടെയും പോലീസ് രാജിന്റെയും CPM നേതാക്കൾ ഉൾപ്പെട്ട അഴിമതികളുടെയും ഭീതിതമായ മുൻകാല ഓർമ്മകളിൽ നിന്നും ശബരിമല പൂർണ്ണമായും മോചിപ്പിച്ച് അത് യഥാർത്ഥ ഭക്തരുടെ പുണ്യഭൂമിയായി നിലനിർത്താൻ പുതിയ ഭരണപരമായ ഇടപെടലുകൾക്ക് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ ഭക്തസമൂഹമുള്ളത്. മുമ്പ് ഭരണസ്വാധീനം ഉപയോഗിച്ച് ക്ഷേത്രത്തിലെ വഴിപാട് വരുമാനത്തിലും ലേല നടപടികളിലും വൻ തിരിമറികൾ നടത്തിയ ഉദ്യോഗസ്ഥരെയും അവർക്ക് കൂട്ടുനിന്ന രാഷ്ട്രീയക്കാരെയും കൃത്യമായി തിരിച്ചറിഞ്ഞാണ് ഈ പരിഷ്കാരങ്ങളെല്ലാം. സന്നിധാനത്തെ പ്രസാദ വിതരണത്തിലും അതുപോലെ തന്നെ അപ്പവിതരണത്തിലും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനാസ്ഥകളും അതുപോലെ തന്നെ പൂഴ്ത്തിവെപ്പുകളും എല്ലാം ഇതുവഴി സാധാരണക്കാരെ തീർത്ഥാടകരാണ് ഏറെ വലഞ്ഞിരുന്നത്. ഇത്തരം കൃത്രിമമായ ക്ഷാമങ്ങൾ ഉണ്ടാക്കി ബ്ലാക്ക് മാർക്കറ്റിൽ സാധനങ്ങൾ വിറ്റ് പണം സമ്പാദിച്ചിരുന്ന മാഫിയ സംഘങ്ങളെ പുതിയ ഓൺലൈൻ സംവിധാനത്തിലൂടെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പുതിയ ഓഡിറ്റിംഗ് സംവിധാനം വഴി ഓരോ രൂപയുടെ വരവ് ചെലവ് കണക്കുകളും സുതാര്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ ലഭ്യമാക്കുകയും ചെയ്യും. ഇത് ദേവസ്വം ബോർഡിന്റെ നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാൻ സഹായിക്കുമെന്ന് മാത്രമല്ല, ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തുണ്ടായ സാമ്പത്തിക ക്രമക്കേടുകളുടെ ആവർത്തനം തടയുകയും ചെയ്യും. ശബരിമല എന്നത് കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല എന്നും അതൊരു പവിത്രമായ തപകേന്ദ്രമാണെന്നുമുള്ള ബോധ്യം പുതിയ തലമുറയ്ക്ക് എത്തിക്കാൻ പ്രത്യേക ബോധവൽക്കരണ പരിപാടികളും ദേവസ്വം ബോർഡ് ആവിഷ്കരിക്കുന്നുണ്ട്. സ്വാമി അയ്യപ്പന്റെ തത്വമസി ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജാതിമത ഭേദമന്യേ കോടിക്കണക്കിന് ഭക്തർ എത്തുന്ന ഈ പുണ്യഭൂമിയെ രാഷ്ട്രീയ പകപോക്കലുകൾക്കുള്ള വേദിയാക്കാൻ ഇനി ആരെയും അനുവദിക്കില്ലെന്ന് ദൃഢപ്രഖ്യാപനമാണ് കെ ജയകുമാർ നടത്തിയിരിക്കുന്നത്. തീർത്ഥാടകർക്കായി പമ്പയിലും അതുപോലെ തന്നെ നിലയ്ക്കലിലും പുതിയ വിശ്രമ കേന്ദ്രങ്ങളും വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം കാത്തുകിടന്ന് ഭക്തർ വലിഞ്ഞിരുന്ന അവസ്ഥയ്ക്ക് പരിഹാരമായി പുതിയ ഡിജിറ്റൽ ട്രാഫിക് മാനേജ്മെന്റും സിസ്റ്റവും തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി ഭക്തർക്ക് തങ്ങളുടെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം മുൻകൂട്ടി അറിയാനും അതനുസരിച്ച് യാത്ര ക്രമീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. ശബരിമല തീർത്ഥാടനം പൂർണ്ണമായും ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ അത് ഭക്തരുടെ സുരക്ഷയും ആത്മവിശ്വാസവും ഇരട്ടിയാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. മുൻ ഇടത് സർക്കാരിന്റെ അഹന്തയ്ക്കും അതുപോലെ ആചാര ലംഘന ശ്രമങ്ങൾക്കും ലഭിച്ച കനത്ത തിരിച്ചടിയും അതിനെ തുടർന്ന് ഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി നിയോഗിച്ച പ്രസിഡന്റ് തന്നെ നടത്തുന്ന ഈ തിരുത്തൽ നടപടികളും കേരളത്തിന്റെ ആത്മീയ ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തുന്നവയാണ്. അയ്യപ്പന്റെ തിരുസന്നിധിയിൽ ഇനി അഴിമതിക്കാർക്കും രാഷ്ട്രീയ കോമാളികൾക്കും സ്ഥാനമില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നതാണ് പുതിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിപ്ലവകരമായ ഈ ചരിത്രപരമായ തീരുമാനങ്ങൾ. ഭക്തജനങ്ങളുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ഒടുവിൽ ശബരിമല അതിൻ്റെ പൂർണ്ണമായ ചൈതന്യത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ഓരോ അയ്യപ്പ ഭക്തനും ആഗ്രഹിച്ചതുപോലെ ചൂഷണങ്ങളില്ലാത്ത രാഷ്ട്രീയ അതിപ്രസരമില്ലാത്തൊരു പുണ്യ തീർത്ഥാടന കാലത്തിനാണ് കേരളം സാക്ഷ്യം വയ്ക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിഭാഗം പേർ പറയുന്നത്. എന്തായാലും വലിയ തിരിച്ചടികൾ ലഭിച്ചിരിക്കുന്ന പിണറായി വിജയനും ഇടതുപക്ഷത്തിനും അതിൽ തന്നെ ഈ ചാരക്കണ്ണുകൾക്ക് പിടികൊടുക്കാതെ കാര്യം കാണാൻ നോക്കിയ അഴിമതിക്കാർക്ക് പുതിയ AI കൺട്രോൾ റൂം വലിയ തിരിച്ചടി തന്നെയാണ് നൽകുന്നെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.